പൗരോഹിത്യത്തിലേക്കുള്ള തൻ്റെ യാത്രയിൽ നിർണായക പങ്ക് വഹിച്ച 100 വയസ്സുള്ള കന്യാസ്ത്രീയെ സന്ദർശിക്കാൻ കർദിനാൾ തിമോത്തി ഡോളൻ അയർലൻഡിലെ ടുല്ലാമോറിലെത്തി. സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിയിലെ അംഗമായ സിസ്റ്റർ മേരി ബോസ്കോ ഡാലി 1950കളിൽ മിസോറിയിലെ ഹോളി ഇൻഫന്റ് സ്കൂളിൽ 8 വയസ്സുള്ളപ്പോൾ ഡോളനെ പഠിപ്പിച്ചിരുന്നു. അയർലൻഡിൽ നിന്നുള്ള ഈ സന്യാസിനി അമേരിക്കയിലേക്ക് അധ്യാപികയായി എത്തിയ 3 കന്യാസ്ത്രീകളിൽ ഒരാളായിരുന്നു. അവിടെ 3 പതിറ്റാണ്ടിലേറെ ശുശ്രൂഷ ചെയ്ത ശേഷമാണ് അവർ അയർലാൻഡിലേക്ക് മടങ്ങിയതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിസ്റ്റർ മേരിയെ തൻ്റെ ആത്മീയ അമ്മ എന്നാണ് കർദിനാൾ ഡോളൻ വിശേഷിപ്പിച്ചത്. തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങാൻ സഹായിച്ചത് സിസ്റ്റർ മേരിയാണെന്നും കർദിനാൾ പറഞ്ഞു. അതോടൊപ്പം ഒരു വൈദികനായി അഭിഷിക്തനായ ശേഷം ആദ്യ ബലി അർപ്പണത്തിനും ഇന്നത്തെ കർദിനാളെ സഹായിക്കാൻ സിസ്റ്റർ മേരിയും ഉണ്ടായിരുന്നു. പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതും ഈ സന്യാസിനി തന്നെ ആയിരുന്നുവെന്നും കർദിനാൾ ഡോളൻ ഓർത്തെടുത്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിസ്റ്റർ മേരിയെ സന്ദർശിക്കാൻ കർദിനാൾ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ചില പ്രതിസന്ധികൾ കാരണം അത് സാധിച്ചില്ല. ജനുവരിയിലായിരുന്നു സിസ്റ്റർ മേരി തൻ്റെ 100ാം ജന്മദിനം ആഘോഷിച്ചത്.